വെൽക്കം ബാക്ക് ടു ആർക്കിടെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. എടാ, ഇന്ന് വടക്കൻ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? IT റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള IT റെക്കോർഡ് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു വീഡിയോവുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ IT അപ്ഡേറ്റ്സ് ഇട്ട സമയത്ത് എന്റെ പിള്ളേരും ഈ കമന്റ് ബോക്സ് നിറച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറേ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുമോ? യെസ്, ചെയ്യുന്നടാ, ഇതാ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. ഇവിടെ ശ്രദ്ധിച്ച്, നമ്മുടെ സ്കൂളുകളിൽ കിട്ടുന്ന റെക്കോർഡ് ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഇതിലുള്ള കോണ്ടന്റുകളൊക്കെ സെയിം ആയിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് കൂടി അലൈൻമെന്റിലൊക്കെ വരും. കാരണം ഓരോ പബ്ലിക്കേഷൻസ് ഓരോ രീതിയിലുള്ള ബുക്കുകളാണ് ഇറക്കുക, ഓരോ സ്കൂളുകളും ഓരോ രീതിയിലുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനത്തെ റെക്കോർഡൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചിട്ട് അതുപോലെ സെറ്റ് ആക്കി എടുത്താലും മതി. ഡോണ്ട് വറി. യെസ്, ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്, ഫില്ല് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് നോക്കാം, ആക്ടിവിറ്റി നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ നമ്പർ വരുന്നിട്ടുണ്ട്. നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, ഒരു 10, 12, 11 ആക്ടിവിറ്റി ഒക്കെ സ്കൂളിൽ ചെയ്യിപ്പിക്കുള്ളൂ. സോ ഒരു 1 മുതൽ 10 വരെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ നമ്പർ ഇട്ട് കൃത്യമായിട്ട് എഴുതി വെക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്പർ 1 എന്നും രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്പർ 2 എന്നും അങ്ങനെ കൃത്യമായിട്ട് ഇട്ട് വെക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഡേറ്റ് നിങ്ങൾ ചാടി കയറി ഇന്നത്തെ ഡേറ്റ് ആയിട്ടുള്ള 03/01/2026 എന്ന് എഴുതി വെക്കാൻ പാടുണ്ടോ? പാടില്ല. പാടേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. എടാ, ഡേറ്റ് ഉണ്ടല്ലോ, ജൂണിലെ ഡേറ്റ് ആണ് ഉണ്ട്. ഏതൊരു ഡേറ്റ്? ജൂണിലെ ഡേറ്റ്. കാരണം ജൂണിലാണ് ഒന്നാമത്തെ പാടെടുക്കണത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ ജൂണിലെ ഡേറ്റ് ഇടണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾ ഇടാൻ പോകണ്ട. നിങ്ങളുടെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞു തരും. നെക്സ്റ്റ്, ചാപ്റ്റേഴ്സ് നെയിം ഓഫ് ദ ചാപ്റ്റർ. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസൈൻ ഫാക്ടറി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഡിസൈൻ ഫാക്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നെയിമാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. അപ്പൊ നെയിം ഓഫ് ദ ആക്ടിവിറ്റി ചോദിക്കും. ഈ നെയിം ഓഫ് ദ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിപ്പയർ എ ഡിജിറ്റൽ പോസ്റ്റർ, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. എന്ത്? ഹിരോഷിമ ഡേയുമായിട്ട് ബന്ധപ്പെട്ട്. യെസ്, ആ ഒരു ഹെഡിങ് ആണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. നെക്സ്റ്റ്, ഇതിൽ ഉപയോഗിച്ചുള്ള സോഫ്റ്റ്വെയർ ഏതാ സോഫ്റ്റ്വെയർ? യെസ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ആ ഒരു നെയിമാണ് അവിടെ എഴുതി വെക്കേണ്ടത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ചെയ്യേണ്ട പ്രവർത്തന ആക്ടിവിറ്റീസ് ടു ബി ഡൺ. ഈ സാധനം നിങ്ങൾ എഴുതി വെക്കണമെന്നില്ല. ചില ബുക്കിൽ ഇതൊന്നും കാണാറില്ല. കുഴപ്പമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് യെസ്, ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത അതിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഓർഡർ ഓഫ് സ്റ്റേജസ് ആൻഡ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് എന്ന്. ആദ്യം നമ്മൾ സ്റ്റേജസ് എഴുതാൻ പോവാണ്. അത് നമുക്ക് ഇവിടെയാണ്. ഇങ്ങനെയുണ്ട്: ഓപ്പണിംഗ് ദ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. പിന്നെ നമ്മൾ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡ്രോ ചെയ്യണം. എന്നിട്ട് കളർ കൊടുക്കണം റെക്ടാങ്കിളിന്. ദെൻ ആഡിങ് ടെക്സ്റ്റ് ദ പോസ്റ്റർ. ഈ പോസ്റ്ററിലേക്ക് നമ്മൾ എന്താക്കണം? ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. ഇത്രയും ആക്ടിവിറ്റീസ് നമുക്ക് ഇങ്ങനെ ഓർഡർ ആയിട്ട് വരുന്നുണ്ട്. ഈ പറയുന്ന സാധനം, ഈ ഇവന്റ്സിന്റെ ഓർഡർ ഓഫ് ഇവന്റ്സ് എന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ ഓഫ് സ്റ്റേജസ് എന്നൊക്കെ പറയാറുണ്ട്. ആ സാധനം ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എഴുതി വെക്കേണ്ടത്. ഇനി റൈറ്റ് സൈഡിൽ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ വിവരിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഐക്കണിൽ പോയി തൊടുന്നു. അവിടെ 9 dots ഉള്ളതാണ് ആപ്ലിക്കേഷൻ. അത് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് എഴുതിയതാണ്. സോ ആപ്ലിക്കേഷനിൽ പോയി തൊടുന്നു. എന്നിട്ട് നമ്മൾ എന്താക്കുന്നു? ഇങ്ക്സ്കേപ്പ് സെർച്ച് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഓപ്പണിംഗ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ എന്താക്കുന്നു? യെസ്, റൈറ്റ് സൈഡിൽ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അത് അവിടേക്ക് എഴുതി വെക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഈ സാധനം എവിടെ നിന്നും കിട്ടിയെന്ന്. എടാ, നമ്മുടെ കമന്റ് ബോക്സിൽ എന്താക്കി വെച്ചിട്ടുണ്ട്? പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിന്റെയും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഈ ഒരു ലെഫ്റ്റ് സൈഡും ഈ ഒരു റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് എഴുതാനുള്ള സാധനങ്ങളാണ് നമ്മൾ തന്നിട്ടുള്ളത്. ശേഷം നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് ടീച്ചർ ആണ്. നിങ്ങളുടെ സിഗ്നേച്ചർ അല്ല കേട്ടോ, നിങ്ങളുടെ ടീച്ചർ സൈൻ ചെയ്ത് വെക്കണം. അത് സൈൻ ചെയ്തതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഒരു ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റെക്കോർഡിന്റെ 2 ഫോട്ടോസ് ആണ് സാർ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ഡിസൈൻ ഫാക്ടറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? പോസ്റ്റർ ഉണ്ടാക്കുന്നതാണ്. ആന്റിവാറുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റർ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കളി നമ്മൾ എഴുതിയിട്ടില്ല. ദെൻ പ്രിപ്പയർ ദ ക്യാൻവാസ്, മേക്ക് ദ ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു, ഡ്രോയിങ് ദ ഡ്രൈവ്, അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഓരോ സ്റ്റെപ്പായിട്ട് കൃത്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ഈ ഒരു രീതിയിലാണ് നമ്മൾ റെക്കോർഡ് എഴുതി വെക്കേണ്ടത്. ഏകദേശം 10ഓളം ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ചെയ്തു വെക്കേണ്ടത്. സോ നിങ്ങൾക്ക് റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ വർക്ക് ഷീറ്റിന്റെയും ഡീറ്റെയിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെറ്റ് അല്ലേ? യെസ്, ഇറ്റ്സ് മീ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കിടെക്സ്. ബൈ, സീ യു ലേറ്റർ.